മാർച്ച് 10 തിങ്കളാഴ്ച, നോമ്പിൻ്റെ ആദ്യ ആഴ്ച. മത്തായി 25:31 മുതൽ 46 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം അറിയപ്പെടുന്നത് അന്ത്യവിധിയുടെ ഉപമ എന്നാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു. മനുഷ്യപുത്രൻ മഹത്വത്തിൽ വരുന്ന സമയം. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുകയും അവർ ജനങ്ങളെ വേർതിരിക്കുകയും ചെയ്യുമെന്ന് അവൻ അവരോട് പറയുന്നു. ഒരു ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ. ചെമ്മരിയാടുകൾക്ക് അവൻ്റെ വലതുവശത്തും കോലാടുകൾ അവൻ്റെ ഇടതുവശത്തും ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കും. യേശു ദരിദ്രരുടെ സഹോദരനാണെന്നും ലോകത്തിലെ ഏറ്റവും ചെറിയവർക്ക് നാം എന്ത് ചെയ്താലും ഇല്ലെങ്കിലും നാം അത് അവനു വേണ്ടി ചെയ്യുന്നുവെന്നും ചെയ്യാതിരിക്കുന്നുവെന്നും ഉപമ നമ്മോട് പറയുന്നു. ഉപേക്ഷ എന്നൊരു പാപമുണ്ട്. ദരിദ്രരെ സഹായിക്കുന്നതിൽ നാം ഉപേക്ഷ കാണിച്ചാൽ നാം നിത്യ ശിക്ഷയിലേക്ക് പോകുന്നു. നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്നതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങളാണെന്ന് യേശു വ്യക്തമാക്കുന്നു. യഥാർത്ഥ അർത്ഥത്തിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരെ സഹായിക്കാനോ അവരെയും അവരുടെ ആവശ്യങ്ങളെ അവഗണിക്കാനോ നമുക്ക് ഒരു ചോയ്സ് ഉണ്ട്. നാം മറ്റുള്ളവരെ സഹായിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് സ്വർഗത്തിൽ യേശുവിനോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല. പിന്നെയോ മറ്റുള്ളവരെ സഹായിക്കാനുള്ള നമ്മുടെ ആഗ്രഹം അവരോടുള്ള നമ്മുടെ കരുതലിൽ നിന്നും ഒരുപക്ഷെ മറ്റൊരാൾ നമ്മെ സഹായിച്ച സമയത്തോടുള്ള നമ്മുടെ നന്ദിയിൽ നിന്നും ഒഴുകുന്നു എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്ക് കൈമാറാൻ നാം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ദിവസം കടന്നു പോകുമ്പോൾ മറ്റൊരാൾക്ക് സഹായഹസ്തം ഉപയോഗിക്കാൻ കഴിയുന്ന ആ അവസരങ്ങളെ ഓർത്ത് നമുക്ക് ശ്രദ്ധാലുക്കളായിരിക്കാം. ഏകാന്തതയോ നിരാശയോ ഉള്ള ഒരാളുമായി സമയം ചെലവഴിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കും. നമുക്ക് ചുറ്റും ധാരാളം ആവശ്യക്കാരുണ്ട്. ചോദ്യം ഇതാണ്: നമ്മളവരെ കാണുകയും അവരെ സമീപിക്കുകയും ചെയ്യുമോ? ആർക്കറിയാം, ഇന്ന് ഒരുപക്ഷെ ആരെങ്കിലും നമ്മെ സമീപിച്ച് നമ്മെ അനുഗ്രഹിച്ചേക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.